പത്തനംതിട്ട ജില്ലയിലും ഇടവിട്ട് മഴ തുടരുകയാണ്. ആറന്മുള മേഖല വെള്ളത്തിൽ നിന്ന് ഇതുവരെയും കരകയറിയിട്ടില്ല. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ ഉൾപ്പെടെയുള്ള നദികളും ഇന്നലത്തെ സ്ഥിതി തുടരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുലെ, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പത്തനംതിട്ടയിൽ. കാരണം മഴ ഏറ്റവും അധികം സംഹാരതാണ്ഡവമാടിയത് കോട്ടയത്തും ഇടുക്കിയിലുമാണ്, പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ്. എന്തായാലും ഇപ്പോൾ പത്തനംതിട്ടയിൽ പമ്പ കരകവിഞ്ഞൊഴുകുകയാണ്. അതിലൊരു മാറ്റവുമില്ല. ആറന്മുള ഇതുവരെയും വെള്ളത്തിൽ നിന്നും കരകയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിലവിൽ അവിടെ മഴയുണ്ടോ? എന്താണ് അവിടുത്തെ മഴ സാഹചര്യം മൊത്തത്തിൽ വിലയിരുത്തിയാൽ? എങ്ങനെയാണ് ഈ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ അധികൃതർ തയ്യാറെടുക്കുന്നത്? അല്ല, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഗോകുല് ലൈവ് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ഈ ഇടത്തേക്ക് പോയത്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ടെലിയാക്കുകയാണ്. തീർച്ചയായും തീർച്ചയായിട്ടും കൃഷ്ണരാജ് അശ്വതി, അതായത് ആറന്മുള ഭാഗത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പോവുകയാണ്, തിരുവല്ല ഭാഗത്ത് നിന്ന് പോവുകയാണ്. പക്ഷേ പകുതി വഴി എത്തിയപ്പോൾ തന്നെ ആ വഴി നിറയെ വെള്ളമായതുകൊണ്ട് വാഹനം ഒന്നും തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. KSRTC ബസ് പോലും പകുതിയോളം മുങ്ങുന്ന രീതിയിൽ തിരുവല്ല കോഴഞ്ചേരി റോഡിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് വള്ളംകുളം മുതൽ അങ്ങോട്ടുള്ള ഭാഗം, കോഴഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്, തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. ആ റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായിട്ടും താറുമാറായിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റ് ഇടവഴികളൊക്കെ കയറി നോക്കുമ്പോഴും അവിടെ എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്ന മഴയാണ്, അതിങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ വീണ്ടും മഴ ശക്തമായിട്ട് ഇങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കയറിയ വെള്ളമൊന്നും തന്നെ കാര്യമായിട്ട് ഇറങ്ങിപ്പോകാത്തത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ ആറന്മുള ഭാഗമൊക്കെ തന്നെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ സത്രക്കട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പമ്പ കരകവിഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് വലിയ റോഡിലടക്കം കുത്തൊഴുക്കാണ് വെള്ളത്തിന്റെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നും അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. ആറന്മുളയിൽ മാത്രമല്ല, ജില്ലയിൽ പലയിടങ്ങളിലും ഈ സ്ഥിതിവിശേഷം തുടരുകയാണ്. പ്രത്യേകിച്ച് മല്ലപ്പള്ളി, അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലും ആ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് തുടരുകയാണ്. പമ്പാ നദി മാത്രമല്ല, അച്ചൻകോവിലാറും കല്ലാറും കക്കാട്ടാറും മണിമലയാറും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഇന്നലത്തെ അതേ രൗദ്രഭാവത്തിൽ തന്നെ ഇന്നും തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ മുതൽ തന്നെ ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകളെയും ഇന്നലെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയ ആൾദുരന്തമാണ് ഒഴിവാക്കിയതെന്ന് തന്നെ പറയുവാനായിട്ട് സാധിക്കും. കാരണം ജനവാസ മേഖലയിലേക്ക് ആ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിച്ചത്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ 3 ഉരുൾപൊട്ടലുകളാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ചിറ്റാറിലും കോന്നിയിലുമായിട്ടാണ് 3 ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. ഉരുൾപൊട്ടിയുണ്ടായ വെള്ളവും അതോടൊപ്പം തന്നെ പെയ്ത്ത് വെള്ളവും കൂടെ ചേർന്ന് വന്നതോട് കൂടിയിട്ടാണ് നദികൾ ഇത്രത്തോളം നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഉൾക്കൊള്ളാനാവുന്നതിലും അധികം വെള്ളത്തെ ഈ നദികളിലേക്ക് വെള്ളം എത്തുകയും തുടർന്ന് പല ഭാഗങ്ങളിലും ഈ നദികൾ കരകവിഞ്ഞ് വലിയ ആഘാതങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. പല വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലത്തേതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ച് കടകളൊന്നും തന്നെ തുറക്കാൻ സാധിക്കാത്ത ഒരു ബന്ദ് അവസ്ഥയിലേക്ക് പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സ്കൂളുകൾക്ക് ഇന്ന് പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. വാഹന ഗതാഗതം അത് പ്രധാന റോഡുകളിലും ചെറിയ റോഡുകളിൽ പോലും അത് തടസ്സപ്പെട്ട് കിടക്കുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നും പത്തനംതിട്ട ജില്ല തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവരൊക്കെ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഏത് നിമിഷവും മലയിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് ശബരിമലയിൽ നിറപുത്തരിക്ക് വേണ്ടി ഇന്ന് ശബരിമല ക്ഷേത്ര നട തുറക്കാനിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നത്. പരമാവധി തീർത്ഥാടകർ ശബരിമല യാത്ര ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമല യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പമ്പാ നദി വളരെ ശബരിമലയിലടക്കം വലിയ രീതിയിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എത്തുന്ന തീർത്ഥാടകരോ അല്ലെങ്കിൽ അവിടെ എത്തുന്ന മറ്റു ജീവനക്കാരോ ഒന്നും തന്നെ പമ്പാ നദിയിൽ ഇറങ്ങരുത്
ചെയ്യരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പമ്പ മണൽത്തിട്ടയിലേക്കൊക്കെ അല്പം കരകയറിയിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. മലകയറ്റമടക്കം ഈ മഴയത്ത് വലിയ പ്രതിസന്ധിയാകും. ഒപ്പം ശബരിമല പാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീർത്ഥാടകരോട് ഈ 2 ദിവസങ്ങളിൽ നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരീശ ദർശനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ആറന്മുളയിൽ ഇന്നത്തെ വള്ളസദ്യ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് പെയ്ഡായിട്ട് നടത്തുന്ന വള്ളസദ്യ മാത്രം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ബാക്കി വള്ളസദ്യകളൊക്കെ ഇന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും പമ്പാ നദിയിൽ ഇത്തരത്തിൽ പള്ളിയോടങ്ങൾ ഇറങ്ങുന്നതിന് വിലക്കുണ്ട്, അല്ലെങ്കിൽ നിരോധന ഉണ്ട്. പമ്പാ നദിയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്കും ഈ ഒരു തീരാമഴ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിറപുത്തരി ചടങ്ങ് നാളെയാണ് ശബരിമലയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഏതായാലും തീർത്ഥാടകർ പരമാവധി യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇന്നും പകൽ സമയത്ത് മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി ഇങ്ങനെ തന്നെ തുടരുക, ആശങ്കാജനകമായി തന്നെ തുടരും. മഴ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, വെയിൽ കനക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അല്പമെങ്കിലും ആശ്വാസം. ജില്ലയുടെ ഒരു ഭാഗത്തല്ല പല ഭാഗങ്ങളിലും ഈ ഒരു സമാന സാഹചര്യം തുടരുകയാണ് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. തീർച്ചയായും ഗോകുൽ, പക്ഷേ ഏറ്റവും അധികം ഈ പെരുമഴ ബാധിച്ച ഒരു ജില്ല പത്തനംതിട്ടയാണ്. കാരണം ഇന്നലെ റാന്നി ഒറ്റപ്പെട്ടു വന്ന വാർത്ത, ആറന്മുള വലിയ പ്രതിസന്ധിയിലായി. ഏറ്റവും കൂടുതൽ അതിതീവ്ര മഴ പെയ്തത് ഇന്നലെയാണ്. അത് ഏറ്റവും കൂടുതൽ പെയ്തത് പത്തനംതിട്ടയിലാണ്. കാരണം ഗോകുൽ അടക്കം ഇത്ര അരയ്ക്ക് മുകളിൽ വെള്ളം നിന്നുകൊണ്ടാണ് ഗോകുൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോകുലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നാ. അതെ, ഗോകുലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനും സാധിക്കും ഒരുപാട് സ്ത്രീകൾ, അതായത് തലക്കെറ്റം, തല മുങ്ങിയില്ല, അങ്ങനെ നടന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നവരെ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒറ്റ രാത്രി മഴ പെയ്താൽ നമ്മൾ ഒന്നുമല്ലാതാകുന്നു എന്നാണ്. തീർച്ചയായും.